നമസ്കാരം പ്രിയപ്പെട്ടവരെ. അന്യസംസ്ഥാന തൊഴിലാളികൾ അഥവാ അതിഥി തൊഴിലാളികൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളമുണ്ട് അല്ലേ? അവരോടൊപ്പം അവരുടെ കുടുംബത്തിൽ കുട്ടികളും. എത്രത്തോളം ആ കുട്ടികൾ നമ്മുടെ നാട്ടിൽ സുരക്ഷിതരാണ്? നമുക്കറിയാം, കഴിഞ്ഞ വർഷമാണ് ആലുവയിൽ ഒരു ചെറിയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്, ക്രൂരമായി കൊല്ലപ്പെട്ടത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം തന്നെ 12-13 വയസ്സുള്ള ഒരു കുട്ടിയെ ആ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ തട്ടിക്കൊണ്ടുപോവുകയും തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇപ്പോഴിതാ തിരുവനന്തപുരത്ത് നിന്നൊരു കുട്ടി തനിയെ വീട് വിട്ടിറങ്ങി. എന്തായിരിക്കും അവരിവിടെ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ? നമുക്കറിയാം, ഭാഷ മനുഷ്യർക്ക് പരസ്പരം സംവദിക്കാനുള്ള ഏറ്റവും മികച്ചൊരു മാധ്യമമാണ്. പലപ്പോഴും ഇത്തരം കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലുള്ളവരോട്, ചുറ്റുപാടുമുള്ളവരോട് സംസാരിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ വളരുന്ന പരിസ്ഥിതി അവന്റെ വളർച്ചയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഇത്തരം കുട്ടികളെ വളർത്തുമ്പോൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും മാത്രമാണ് കുട്ടികളുടെ കൂടെ ഉണ്ടാവുക. കുടുംബത്തിൽ ഒരുമിച്ച് വളരുന്നതിൻ്റെതായ യാതൊരു പരിഗണനയും ഇത്തരം കുട്ടികൾക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ പണിക്ക് പോകുന്ന അച്ഛനും അമ്മയും ഒറ്റയ്ക്കാക്കി പോകുന്ന കുട്ടികൾക്ക് അവരുടെ മാനസികപരമായിട്ടുള്ള വളർച്ചയ്ക്ക്, വൈകാരികപരമായിട്ടുള്ള വളർച്ചയ്ക്കുള്ള സാഹചര്യങ്ങൾ കിട്ടുന്നില്ല. ഈ ആശയവിനിമയത്തിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസം നേടാനോ ആ രീതിയിലുള്ള ഒരു ക്രിയാത്മകമായിട്ടുള്ള വളർച്ചയ്ക്കും ഒന്നുമുള്ള ഒരു സാഹചര്യം അവർക്ക് കിട്ടുന്നില്ല. ജീവിത നൈപുണ്യങ്ങളെ കൂടുതലായി പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള കോഴ്സുകളോ അത്തരത്തിലുള്ള ഒരു വളർച്ചയോ അങ്ങനെയുള്ള ഒരു കോച്ചിങ്ങുകളോ ഒന്നും അവർക്ക് കിട്ടാൻ സാധ്യത കുറവാണ്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ലോകത്തിൽ എത്തപ്പെട്ടതുപോലെ ആ കുട്ടികൾ വളരെയധികം പ്രയാസങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ സഹിക്കുന്നുണ്ടാവും. ഇവർക്ക് പലപ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനുള്ള ഇടങ്ങൾ ഉണ്ടാവില്ല. നമുക്കറിയാം, നമ്മുടെ സ്കൂളുകളിലാണെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കൗൺസിലിംഗ് ക്ലാസ്സുകളും ജെൻഡർ എഡ്യൂക്കേഷനും ലഹരി വിരുദ്ധ ക്ലാസ്സുകളും ഒക്കെ കിട്ടുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യം കിട്ടാറുണ്ട്. ഇത്തരം കുട്ടികൾക്ക് ഇങ്ങനെ ലഹരിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ജെൻഡർ എഡ്യൂക്കേഷനെ കുറിച്ചോ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചോ ഉള്ള ക്ലാസ്സുകളൊന്നും കിട്ടാതെ വരികയും അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ വരികയും ഈ ചുറ്റുപാട് നിന്ന് തന്നെ അവർ ചൂഷണങ്ങൾ നേരിടേണ്ടി വരികയും അത് ആരോട് പറയണം അല്ലെങ്കിൽ എങ്ങനെ പറയണമെന്ന് അറിയാതെ ആ ഒരു ബുദ്ധിമുട്ട് കൂടി കുട്ടികൾ അനുഭവിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നാട്ടിൽ അതിഥികളായി വന്ന് നിൽക്കുന്നവരെന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ എത്തേണ്ടതും ആ കുഞ്ഞുങ്ങളും മാനസികപരമായിട്ടുള്ള ഒരു ഉല്ലാസം നമ്മുടെ അതിഥികൾ എന്ന രീതിയിൽ അവർക്ക് കിട്ടേണ്ടതിന്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടിയാണ്. എല്ലാവരും കുഞ്ഞുങ്ങൾ തന്നെയല്ലേ? ആ കുട്ടികൾക്കും കൃത്യമായിട്ടുള്ള അവരോട് സംസാരിക്കാൻ, ആശയവിനിമയം നടത്താൻ പറ്റുന്ന ആളുകൾ അവരോട് സംസാരിക്കുക, അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ അവരോട് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുക, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക, കൃത്യമായ വിദ്യാഭ്യാസം അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോക്കുക, ഈ സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സുകളൊക്കെ അവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക, അവരുടെ ജീവിതമാർഗം നന്നാക്കാൻ പറ്റുന്ന രീതിയിലുള്ള തയ്യലോ കരകൗശല നിർമ്മാണമോ ഒക്കെ പോലെയുള്ള കോഴ്സുകളിലേക്ക് കൂടി ഈ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക എന്നുള്ളതും, ഒപ്പം ഇപ്പോൾ ഒരു അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, പല സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരൊക്കെ ആയിരിക്കും ഒരുമിച്ച് കൂട്ടത്തിൽ താമസിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം ആലുവയിൽ സംഭവിച്ചത് തന്നെ കുറ്റവാളിയായിട്ടുള്ള ഒരാളാണ് നമ്മുടെ നാട്ടിൽ വന്ന് താമസിച്ചിരുന്നത്. കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നിന്നുള്ള ചൂഷണം ഈ കുട്ടികൾ നേരിടുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായി സമൂഹം തന്നെ വിലയിരുത്തി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അവരെയും ചേർത്ത് പിടിക്കാം. അവരുടെ ജീവിതവും കൂടുതൽ നല്ലതാക്കാനും സന്തോഷമുള്ളതാക്കാനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നല്ല രീതിയിൽ തന്നെ ചിന്തിക്കാം. നന്ദി, നമസ്കാരം.